നിങ്ങളൊരു മിഡ് സൈസ് SUV വാങ്ങാനായിട്ട് കാത്തിരിക്കണോ? ക്രെറ്റയോ സെൽറ്റോസോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ വിക്ടോറിയസോ വിറ്റാരയൊക്കെ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഒന്ന് കാത്തിരുന്നോ. ടാറ്റാ സിയറയുടെ പ്രൈസ് വന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 11,49,000 രൂപയാണ്. ബേസ് മോഡൽ എക്സ്ഷോറൂം ഏറെക്കുറെ 14 ലക്ഷം രൂപയ്ക്കുള്ളിൽ ബേസ് മോഡൽ വണ്ടി ഇറക്കാം. ആ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ ആണ്. 106 PS പവറും 145 ന്യൂട്രൺ ടോർക്കുള്ള ആ വണ്ടിയുടെ കൂടെ 7 സ്പീഡ് DCAയും മാനുവൽ ഗിയർ ബോക്സ് ഉള്ളത്. പിന്നെ ഉള്ളത് ടർബോ ചാർജർ എഞ്ചിനാണ്. അതിന് വില വന്നിട്ടില്ല, വില പറഞ്ഞിട്ടില്ല ഡീസലും. ഇവരുടെ 2 പുതിയ എഞ്ചിനുകൾ വന്നല്ലോ. അതിൽ ഒന്നെന്ന് പറയുന്നത് 1.5 തന്നെ. രണ്ടാമത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 ടർബോ ചാർജർ ഹൈപ്പീരിയോൺ ആണ്. ഈ ഹൈപ്പീരിയോൺ കേട്ടിട്ട് കറണ്ടുണ്ട്. അതിൻ്റെ 4 സിലിണ്ടർ എഞ്ചിനാണിത്. 160 PS പവർ ഉണ്ട്, 255 ന്യൂട്രൺ ടോർക്കും ഉണ്ട്. ഡീസലിന് ഏറെക്കുറെ 118 PS പവറേ ഉള്ളൂ, 280 ന്യൂട്രൺ മീറ്റർ ടോർക്കുണ്ട്. അത് 80 എന്ന് പറയുമ്പോൾ ഏത് 80? ഇവർ ഏസിൻ്റെ 80 ഉപയോഗിക്കുന്നത് 6 സ്പീഡ്. ഏതിൽ? പെട്രോൾ ടർബോ ഓട്ടോമാറ്റിക്കലും ഡീസൽ ഓട്ടോമാറ്റിക്കലും. എന്നേൽ അത് 7 സ്പീഡ് DCA ആണ്. ഈ വണ്ടി ഓടിക്കണം. ഈ 106 PS എന്ന് പറയുന്നത് നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ വലിയ വണ്ടിയെ, അതായത് 2 സീറകൾ തമ്മിൽ ഇടിപ്പിച്ചിട്ടൊക്കെയാണ് ഒരു ക്രാഷ് നടത്തുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്രയും വലിയ വണ്ടിയെ ചലിപ്പിക്കാൻ പര്യാപ്തമാണോ എന്നുള്ളത് വണ്ടി ഓടിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ടർബോ ചാർജർ എഞ്ചിൻ്റെ പവർ കേട്ടിട്ട് നല്ല സുഖമുണ്ട്, ടോർക്കും. പിന്നെ ഡീസലും അങ്ങനെ തന്നെ. അപ്പോൾ ഡീസലിന് AdBlue ഇല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സിയറ വന്നേക്കുന്നത് ഒരു വിപ്ലവം സൃഷ്ടിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?